നാളെ മെയ് 3-ാം തീയതി അടുത്ത മലയാളം വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. ടൊവിനോയുടെ ഈ 2024 വർഷത്തിലെ രണ്ടാമത്തെ സിനിമയായ നടിഗർ എന്ന സിനിമയാണ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമ. ചിത്രം ഒരു സിനിമാ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ. നടന്റെ സൂപ്പർ സ്റ്റാറിന്റെ കഥയുമായിട്ട് എത്തുന്ന സിനിമയാണ്. ലാൽ ജൂനിയറിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ഒരു കളർഫുൾ എന്റർടൈനർ സിനിമ വലിയ ഹൈപ്പൊന്നും തന്നെ പ്രീ റിലീസിൽ നേടിയെടുത്തിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ച് നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്ന ഇൻസൈഡ് റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോ എപ്പോൾ ആരംഭിക്കും, ആദ്യ അഭിപ്രായങ്ങൾ എപ്പോൾ പുറത്തുവരും, ഒപ്പം സിനിമയുടെ പ്രീസെയിൽ കണക്ക് എത്രയാണ് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ടൊവിനോയെ കൂടാതെ സൗബിൻ, ബാലു വർഗീസ്, ഭാവന, സുരേഷ് കൃഷ്ണ, ദിവ്യ പിള്ള തുടങ്ങിയവർ അഭിനയിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ എല്ലാം തന്നെ ഗസ്റ്റ് കാമിയോ റോളിലെത്തുന്ന സിനിമ കൂടിയാണ് നടിഗർ. ആദ്യമേ സിനിമയുടെ പ്രീസെയിൽ കണക്കിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 23 ലക്ഷമാണ് സിനിമയുടെ കേരള പ്രീസെയിൽ ഗ്രോസ് കളക്ഷൻ. അത്ര മികച്ച പ്രീസെയിൽ അല്ല സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ 1000-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 50 ലക്ഷം 1 കോടി റേഞ്ചിൽ സിനിമയ്ക്ക് ഫൈനൽ പ്രൈസിൽ വരുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ന് രാത്രിയോടെ അറിയാനായിട്ട് കഴിയും. ഏകദേശം 1000-ൽ പരം സ്ക്രീനുകളിൽ നാളെ ലോകമെമ്പാടും റിലീസിനെത്തുന്ന നടിഗർ എന്ന സിനിമയുടെ ആദ്യ കേരള പ്രദർശനം രാവിലെ 9 മണിക്കും 9:30 ഇടയിലാണ് ആരംഭിക്കുക. 2 മണിക്കൂർ 22 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ ആദ്യ അഭിപ്രായം അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ തന്നെ ലഭ്യമാകുന്നതാണ്. എന്തായാലും സിനിമയുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട് എന്താണെന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മലയാളി ഫ്രം ഇന്ത്യ പോലെ സിനിമയ്ക്ക് പ്രിവ്യൂ ഷോസ് ഒന്നും തന്നെ നടന്നിട്ടില്ല. മറിച്ച് ഇൻസൈഡ് റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് എന്ന അഭിപ്രായമാണ് ആദ്യ ദിവസം നേടിയെടുത്തത്. അതേ സമാന അഭിപ്രായമായിരിക്കും സിനിമയുടെ സംവിധായകന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ നേടിയെടുക്കുക. അതായത് പോസിറ്റീവ് അഭിപ്രായമാണ് സിനിമയുടെ ഇൻസൈഡ് റിപ്പോർട്ട് എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇനി ആ ഇൻസൈഡ് ശരിയാണോ എന്നാണ് നാളെ അറിയേണ്ടത്. ടൊവിനോയെ സംബന്ധിച്ച് തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷം സോളോ ഹീറോ ആയിട്ട് എത്തിയ സിനിമകളിൽ ഒന്നുപോലും വിജയിച്ചിട്ടില്ല. ഈ വർഷത്തിലെ ആദ്യ സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തും നല്ല അഭിപ്രായം നേടിയെടുത്തിട്ടും വിജയം അർഹിച്ചിട്ടും ക്ലീൻ ഹിറ്റ് ആവാതെ പോയ സിനിമയാണ് നടിഗർ എന്ന സിനിമ. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയ്ക്ക് നേടിയെടുക്കാനാവാത്തത്, ഒപ്പം തല്ലുമാല എന്ന സിനിമയ്ക്ക് നേടിയെടുക്കാനാവാതെ പോയ കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണ്? കാത്തിരിക്കൂ നാളെ വരാനിരിക്കുന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട്.